വെരി ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി സിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള, അതായത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെയും അതുപോലെ തന്നെ വിളിച്ചുമൊക്കെ ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഡൗട്ട് ക്ലിയറൻസ് ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് KVS വിളിച്ചു, അപ്പോൾ അതിൽ മലയാളം എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടില്ല. അതുപോലെ ഇനി NVS EMRS ഒക്കെ വിളിക്കുമല്ലോ, അപ്പോൾ അതിൽ മലയാളം ഓപ്ഷൻസ് ഉണ്ടാകും. മലയാളം പഠിച്ചവർക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ മലയാളം BEd ഉള്ളവരും മലയാളം CTET ഉള്ളവരും, അതുപോലെ തന്നെ ഇനി BEd ഉണ്ട്, CTET ഇല്ല, PG ഉണ്ട്, മലയാളം PG ഉള്ളവർ, PG + BEd ഉള്ളവർ, ഓക്കെ, അവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനുകൾ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് വേക്കൻസികൾ, അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം അതാത് സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത് ഈ KVS NVS എക്സാമുകൾ, അതുപോലെ EMRSന്റെ എക്സാമുകൾ, എക്സാം സെന്റേഴ്സ് നമ്മുടെ കേരളത്തിൽ ലഭിക്കുമോ എന്നുള്ള കാര്യം, ഇനി എവിടെയാണ് കൂടുതൽ പോസ്റ്റിംഗ് ലഭിക്കുന്നത് എന്ന് പറയുന്ന കാര്യം, ഓക്കെ, ഇതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തുടക്കത്തിലെ പറഞ്ഞോട്ടെ, നമ്മുടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഴ്സുകൾ, അതായത് ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുകൾ എല്ലാത്തിൻ്റെയും, അതായത് NVSന്റെ കോച്ചിങ്, അതുപോലെ തന്നെ KVSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള KVS ടീച്ചേഴ്സിൻ്റെ കോച്ചിങ്, അതുപോലെ RRB ടീച്ചറിൻ്റെ കോച്ചിങ്, ഓക്കെ, HSA HSST എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് മാത്രമാണ് നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. RRB ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വാട്സപ്പ് വഴിയോ കോൾ വഴിയോ മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഓരോ ബാച്ചിൻ്റെയും, അതായത് KVS ബാച്ചിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക്, വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, RRB ടീച്ചർ, LPUP ലോങ് ടേം, HSA ജനറൽ ബാച്ച്, ഇതിൻ്റെ എല്ലാ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് പറ്റാത്തവരുണ്ടെങ്കിൽ, അത് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ താഴെ സ്കോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചും അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഫീസ് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിനുണ്ട് KVS, അതുപോലെ RRB, HSA നാച്ചുറൽ സയൻസ്, HSA ജനറൽ ബാച്ച്, LPUP ലോങ് ടേം ഒക്കെ ഇതിന് 50% ഓഫർ നൽകുന്നുണ്ട്. ഏകദേശം 1000 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫീസ് വരുന്നത്. അതോടൊപ്പം തന്നെ LPUP ലോങ് ടേം ഫ്രീ ബാച്ച് ആണ് കേട്ടോ. അതിലുള്ളി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ, 299 എന്ന് പറഞ്ഞ അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പം നമ്മുടെ KVSനും മലയാളം ടീച്ചേഴ്സിന്റെ ആവശ്യകതയുണ്ട്. മലയാളം തേർഡ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇപ്പോഴതിൽ കണ്ടിട്ടില്ല വിളിച്ചതായിട്ട്. പക്ഷെ NVS വിളിക്കുന്ന സമയത്ത് അതിൽ NVS ആയിരുന്നാലും, അതായത് നവോദയ വിദ്യാലയ സമിതിയിലും, അതുപോലെ തന്നെ ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിലായാലും നമ്മുടെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് മലയാളം ഭാഷ വിളിക്കുമ്പോൾ അതിൽ മലയാളം വിളിക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കഴിഞ്ഞ തവണ വിളിച്ച ആ വേക്കൻസി നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം മലയാളത്തിന്റെ വേക്കൻസി കുറവായിരിക്കുമല്ലോ സാധാരണ. അതായത് അതിനുമുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അതായത് NVSന്റെ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് NVSനുള്ളത്. 3 ലാംഗ്വേജ് ഫോർമുല. ഓക്കെ, 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്, NVSനുള്ളത്. അപ്പൊ 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, ഹിന്ദി, മെയിനായിട്ട് 3 ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇംഗ്ലീഷ് ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദി. അപ്പൊ ഇംഗ്ലീഷിന്റെ വേക്കൻസി ഗ്രാജുവേറ്റ് ടീച്ചറും വരും,
പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ വരും. പിന്നെ ഹിന്ദിയും ഗ്രാജുവേറ്റ് ടീച്ചറും വരും, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറും വരും. പിന്നെ ഉള്ളത് അഡീഷണൽ ലാംഗ്വേജ് ആണ്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് അഡീഷണൽ ലാംഗ്വേജ് ആണ്. അഡീഷണൽ ലാംഗ്വേജ് വരുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏകദേശം 17ഓളം റീജിയണൽ ലാംഗ്വേജ് വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം 17ഓളം റീജിയണൽ ലാംഗ്വേജസിന് ടീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ ഒരു ലാംഗ്വേജാണ്, ആ 17 ഒരു ലാംഗ്വേജ് ആണ് മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന കണ്ടാണ് അന്നത്തെ വേക്കൻസിയിൽ 15 ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. അസാമീസ് എനിക്ക് തോന്നുന്നു അസാമീസിലായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നത്, 30. ഓക്കെ, അസാമീസ്, ബോഡോ, ഗാരോ, ഗുജറാത്തി, കന്നഡ, ഖാഷി, മലയാളം, മറാത്തി, മീസോ, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്കു, ഉറുദു, ഇങ്ങനെ പോകുന്ന ഏകദേശം 17ഓളം ലാംഗ്വേജസിൽ ടീച്ചേഴ്സിനെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെ വിളിക്കാറുണ്ട്. ഓക്കെ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ PGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനെ നമ്മുടെ NVS വിളിക്കാറുണ്ട്. ഇത് ഇത്തവണയും അതിന്റെ വേക്കൻസി വരുന്നുണ്ട്. ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ NVS ടീച്ചർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ കഴിഞ്ഞ തവണ മലയാളത്തിന് 7 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അതില് EWS ജനറൽ 7 വേക്കൻസി, EWSന് 1, OBC NCL 2 വേക്കൻസി, SC 1, ST ഇല്ലായിരുന്നു. ടോട്ടൽ 11 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ടോട്ടൽ 11 വേക്കൻസി ആയിരുന്നു. ഒരു PWD കാൻഡിഡേറ്റ്സിനും വേക്കൻസി ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ മൊത്തം ഏകദേശം 12ഓളം വേക്കൻസികൾ നിലവിൽ, അതായത് ഈ ലാംഗ്വേജസ് തന്നെ കഴിഞ്ഞ വർഷം 343 വേക്കൻസി ടോട്ടൽ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ TGT ലാംഗ്വേജിന് ഇത്രയും വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ TGT ലാംഗ്വേജ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ BA വേണം, BA മലയാളം പ്ലസ് B.Ed പ്ലസ് CTET കാറ്റഗറി 2. ഓക്കെ, CTET കാറ്റഗറി 2 എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് അവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് TGT. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു പേരിലല്ല, വേറൊരു പേരിൽ ഇപ്പൊ NVSന്റെ നോട്ടിഫിക്കേഷൻ, അതായത് നോട്ടിഫിക്കേഷൻ റൂൾസ് അവർ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ NVSന്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ വിളിച്ചിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ ഇൻ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇപ്പൊ NVS വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നോട്ടിഫിക്കേഷൻ റൂൾ ഇറക്കിയപ്പോഴത്തേക്ക് അവർ ഇതിനെക്കുറിച്ചൊരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മോളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഈ 17 ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. റീജിയണൽ ലാംഗ്വേജസ് ആണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ റീജിയണൽ ലാംഗ്വേജിൽ മലയാളം എന്നൊരു ലാംഗ്വേജ് ഉണ്ട്, മലയാളം. ഓക്കെ, NVSന് മലയാളം, അതായത് PGT മലയാളം ടീച്ചേഴ്സിനെ വിളിക്കും, PGT മലയാളം ടീച്ചേഴ്സിനെ NVS വിളിക്കും. ഓക്കെ, NVS വിളിക്കും. ഓക്കെ, അതിന്റെ ഏജ് ഒക്കെ അവിടെ ഞാൻ പറഞ്ഞായിരുന്നു. ഏജിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. ജനറലി PGT വിളിക്കുമ്പോൾ 40 വയസ്സാണ് ജനറൽക്കാർക്ക്. അതിൽ ലേഡീസ് ആണെങ്കിൽ 10 ഇയർ റിലാക്സേഷൻ ഉണ്ട്. പിന്നെ ആ ലേഡീസിൽ മീൻസ് ഗേൾസിൽ ആ 10 ഇയറിൽ OBC ആണെങ്കിൽ +3 കിട്ടും, SC/ST ആണെങ്കിൽ +5 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഏജിന്റെ റിലാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ PCയുടെ ഏജ് കഴിഞ്ഞവർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഗുണം കൂടെ ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് CTET കേറ്ററ്റോ ഒന്നും വേണ്ട. ഓക്കെ, ഒന്നും വേണ്ട. PGക്ക് 50% മാർക്ക്, അതുപോലെ നിങ്ങളുടെ B.Edന് 50% മാർക്ക് മതി. മലയാളം MA 50% മാർക്കോടെ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ B.Ed ഉണ്ടായിരിക്കണം, B.Edും 50% മാർക്കിൽ പാസ്സായിരിക്കണം. അപ്പൊ മലയാളം MAയും B.Edും ഉള്ള ഒരാൾക്ക് നമ്മുടെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഇൻ മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പം ഉടനെ തന്നെ KVSനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ NVSന്റെ ഈ മോഡേൺ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് മോഡേൺ ലാംഗ്വേജ് ടീച്ചേഴ്സിനെ വിളിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതിനെപ്പറ്റി ഒരു സംശയം നിങ്ങൾക്ക് വരരുത്. അപ്പൊ ജസ്റ്റ് അത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി PGT മലയാളം, PGT മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ടീച്ചറിൽ മലയാളം സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 50% മാർക്കോട് കൂടി MA മലയാളവും PG പ്ലസ് B.Ed മാത്രം മതി. ഓക്കെ, ഇതാണ് ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ആ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഈ KVS ആയാലും NVS ആയാലും അതിന്റെ എക്സാം സെന്ററും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് KVSന് പ്രൈമറി ടീച്ചറിനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ നികത്തപ്പെടുന്ന കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്. PRTക്ക് NVSനും അങ്ങനെ തന്നെയാണ്. PRTക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള കേരളത്തിലാണ്.
ഓക്കെ. അപ്പം കേരളത്തിലും ഇതിനൊക്കെ എക്സാം സെന്റേഴ്സുകളുണ്ട്. പ്രധാനമായിട്ടും മിക്കവാറും എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം, തൃശ്ശൂർ, ഓക്കെ, കവറത്തി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, എറണാകുളം, ഓക്കെ, എറണാകുളം, ആലപ്പുഴ. അപ്പൊ ഇങ്ങനെ എല്ലാ ജില്ലകളിലും എക്സാം സെന്റേഴ്സുകളുണ്ട് കേട്ടോ കേരളത്തിൽ. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട. നിയമനങ്ങളും കേരളത്തിലുണ്ട്. അതായത് KVS ആയാലും NVS ആയാലും EMRS ആയാലും ഒക്കെ AES മാത്രമേ കേരളത്തിൽ അധികം സ്കൂളുകൾ ഇല്ലാതെ ഉള്ളൂ. ബാക്കി ഇത്രയും എണ്ണത്തിന്. പിന്നെ RRBക്കും കേരളത്തിൽ സ്കൂളുകളുണ്ടെന്ന് അറിയാമല്ലോ. RRBക്കും ഉണ്ട്. RRB ഇപ്പം എക്സാം വരാറായി. ഓക്കെ, അതിന്റെ കാര്യം മുൻകൂട്ടി പറഞ്ഞു ക്വസ്റ്റ്യനെ പറ്റി. അപ്പം ഇതിനെല്ലാത്തിനും കേരളത്തിലും പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നോട്ടിഫിക്കേഷൻ ഉടനെ വരും. വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ, നമ്മളോടൊപ്പം ഇരുന്ന് പഠിക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഇങ്ങനൊരു കാര്യം അറിയുന്നവർ, ഈ വീഡിയോ കാണുന്നവർ, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തൊക്കെ ഇങ്ങനെ ഒരു, അതായത് ഏജ് ഓവറായി ഇനി PSC എഴുതാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നവരാണെങ്കിൽ ഗേൾസിനൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, മലയാളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതും എക്സ്പീരിയൻസ് ഇല്ലാത്തതുമായിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് കാണുന്നവർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കുകളായിട്ടും കമന്റ് സെക്ഷനുകളായിട്ടും, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്യപ്പെടുന്ന നമ്പറിലേക്കോ, അതായത് അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ഈ നമ്പറിലേക്കോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ചോ വാട്സപ്പ് മെസ്സേജിലൂടെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. വന്ദേ മാതരം.